മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് നാഗാഞ്ചേരി മനയുള്ളത്. ഇരിങ്ങോൾക്കാവ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നാഗാഞ്ചേരി മനയിൽ എത്താനും. അപ്പോൾ നമുക്ക് ഈ പോണ വഴിക്ക് ഇരിങ്ങോൾക്കാവ് കാണാൻ പറ്റും. അപ്പോൾ ഇരിങ്ങോൾക്കാവിനെ പറ്റിയിട്ട് കേൾക്കാത്തവർ ഭയങ്കര കുറവായിരിക്കും. ഒരു വലിയൊരു കാടിൻ്റെ നടുവിലുള്ളൊരു കാവാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്ക് ഈ കാവിൻ്റെ അടുത്ത് ഒരു ചെറിയ ചെറിയ പെട്ടിക്കടയും അതേപോലെ തന്നെ സ്കൂളും പിന്നെ ഈ പോണ വഴിക്കണ നമുക്ക് അതിൻ്റെ ഒരു ഗേറ്റ് എല്ലാം കാണാൻ പറ്റും, ഒരു എൻട്രി. അപ്പോൾ ചുറ്റും കാടാണ്, അതിന് നടുവിലായിട്ടൊരു കാവാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നാഗാഞ്ചേരി മന ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇരിങ്ങോളിലുള്ള നാഗഞ്ചേരി മനയിലാണ്. ഞാൻ ഇരിങ്ങോൾക്കാവിൽ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് നാഗഞ്ചേരി മനയിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ്. ഈ നാഗഞ്ചേരി മനയുടെ ചുറ്റുപാടും ഇവിടുത്തെ ചിൽഡ്രൻ പാർക്കും അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. ഇരിങ്ങോൾക്കാവ് കഴിഞ്ഞിട്ടും കുറച്ച് ദൂരം വരുമ്പോഴാണ് നാഗഞ്ചേരി മന. അപ്പോൾ ഇതാണ് നാഗാഞ്ചേരി മനയുടെ എൻട്രൻസ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു മനയുടെ ഫീല് വരില്ല. ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് മനയുടെ ആ ഒരു ഏരിയ എല്ലാം കാണാൻ പറ്റുള്ളൂ. അവിടെ കടന്നു. ഇതാണ് എൻട്രൻസ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഗൈസ്, ഇവിടെ പുഴയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ചെറിയൊരു ചായക്കടയുണ്ട് അവിടെ. ടിക്കറ്റ് എടുക്കും. പിന്നെ അവിടെ ഇവിടെ നമുക്ക് കുറേ പ്രതിമകൾ കാണാൻ പറ്റും. നമ്മുടെ മെയിൻ എൻട്രൻസ് അതാണ് മന എന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ആണ് ചിൽഡ്രൻസ് പാർക്ക്. നിങ്ങൾക്ക് സീസോ ഒക്കെ കാണാൻ പറ്റും. നാഗഞ്ചേരി മന കുഞ്ഞി മനയാണ്, വലിയ മനയൊന്നല്ല. നമുക്ക് ഉള്ളിലൊക്കെ കയറാൻ പറ്റും. കണ്ടോ, ഭയങ്കര പ്രേത ലുക്കില്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പേടിയാണ് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ളത്. എനിക്ക് ചുറ്റും കാണിച്ചു തരാം. അവിടെ ഒരു പവിലിയൻ ഉണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഉള്ളിൽ കയറി നോക്കായിരുന്നു, പക്ഷെ അവരെന്തോ ലൊക്കേഷൻ നോക്കുവാന്ന് തോന്നുന്നു. ലൊക്കേഷൻ ഹണ്ടിലാണ് എന്നെ ഒരു കാട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട, ഞാനാണെങ്കിൽ മന നോക്കിയിട്ടിരിക്കും. മനയാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പഴയൊരു വീടിൻ്റെ ലുക്കാണ്. ഊഞ്ഞാലൊക്കെ ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ അങ്ങനെ നടക്കുക. എനിക്ക് ആക്ച്വലി പനിയൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ ഒരു മന കാണാം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് കാണൂ എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. സമയം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ആക്ച്വലി കിണറും പിറകേത്തെ ആ ഒരു സെറ്റപ്പൊക്കെയാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു സെറ്റപ്പൊന്നും കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇത് കൂടെ എന്തോ വഴിയൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ചുറ്റും കാടാണേ. എനിക്ക് ആക്ച്വലി നല്ല പേടിയുണ്ട് കാട്ടിക്കൂടൊക്കെ നടക്കാൻ. ഐ എം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. അവിടെ വിറക് കത്തിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സ്ഥലമൊക്കെ ഉണ്ട്. കുളം. കുളത്തിലേക്കുള്ള വഴിയാണിത്. ശരിയാ. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് വന്ന് നേരെ നമ്മൾ കുളത്തിലോട്ട്. ഒരു ഹൊറർ ലുക്കില്ലേ. ആരായിട്ട് കഥയൊക്കെ പറയുന്നുണ്ട്, എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല. എന്താ സംഭവം എനിക്കറിയണവിടെ. സം കൈൻഡ് ഓഫ് എനിക്കറിഞ്ഞൂടെ. മരത്തിൽ ഇങ്ങനെ തുണി കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം അമ്പലത്തിൻ്റെ അടുത്തായും കൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണോ ഒന്നും വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഒരു കാണാനൊരു സം കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു മിസ്റ്റീരിയസ് ലുക്ക്. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. നടക്കുമ്പോൾ തോന്നുന്നത് ഭയങ്കര ഒരു പഴയ കാലത്തിലൊരു ഹൊറർ ഫീലാണ്. നമ്മുടെ ഈ ആകാശഗംഗയിലുള്ളൊരു ഫീലൊക്കെ അല്ലേ, അങ്ങനെ. അതുകൊണ്ട് ഞാനിങ്ങനെ നിലത്തൊക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത്. ചുറ്റും കാടാണല്ലോ. എനിക്ക് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, മൊത്തത്തിൽ നോക്ക്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പേടിയാവുന്ന. ദേ അവിടെ നിന്ന് ഒരു ചേട്ടൻ വരുന്നു. ഓ മൈ ഗോഡ്. ഷൂട്ട് ചെയ്യുന്നത് നടന്നു വരുന്നതാണ്. കുറേ നേരം ഷൂട്ട് ചെയ്ത് ക്ഷീണിച്ച് അതെ. കേറാൻ പറ്റും, പക്ഷെ അത് ലോക്കാ.
ഇതുണ്ടായിരുന്നില്ലേ? ഇതിൽ കയറാൻ പറ്റില്ല. ഇതിൽ കയറാൻ പറ്റൂല. ഇതിന്റെ ഉള്ളിൽ എടുക്കാൻ വന്നേ. ഗൈസ്, നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നു. ഇവിടെ ബുദ്ധൻ്റെ തലയും കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ, കണ്ട നിങ്ങൾ? പണ്ടത്തെ റൂമിൽ ഭയങ്കര, നമുക്കൊക്കെ ഭയങ്കര എന്താ ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്കൊക്കെ എന്തോ പേടിയാവും. എക്കോ ഒക്കെ ഉണ്ട്. ഒരു പഴയ മനയുടെ ഒരു ഫീൽ വരുമ്പോൾ ഒരു ഹൊറർ ഫീൽ വരില്ലേ? കണ്ട? ഓ, ചെരുപ്പ് വരണല്ലേ? നമ്മൾ കയറാൻ പോവുകയാണ്. അടിപൊളിയാട്ടോ ആ ഒരു ഫീലല്ലേ. അവിടേക്ക് നോക്കിക്കഴിഞ്ഞ ഒരു ഉള്ളിലേക്കൊരു വഴി പെരുമാറാനായിട്ട്. ഇറങ്ങാമോ? ഞാൻ ഇതിനുള്ള ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്താ ഇതിൻ്റെ ഉള്ളിൽ? സ്ഥലം ഇറങ്ങ്. എനിക്കൊക്കെ തിരിച്ചു തരാനൊന്നും ഇടാട്ടോ. നിങ്ങൾ അരിപ്പത്തായ തോന്നല്ലേ? ആ, ഇതെന്തോ അറിയാം. മറ്റേ മച്ചി. ഇതിലെ കയറാം. ഇതിലെ വെള്ളം കയറണം. പണ്ടത്തെ വാഷ്റൂം കണ്ട, കുഞ്ഞു വാഷ്റൂം കണ്ട, ജനലൊക്കെ കണ്ട. ഗൈസ്, തുറക്കാൻ പറ്റുന്നില്ല, കഷ്ടപ്പാടാണ്. സോറി, തുറക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ടോ? മറ്റേ റൂഫ് ടോപ്പെല്ലാം ആ ഡോറൊക്കെ കണ്ടോ? നല്ല രസമുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടാണ്. മെയിൻ ഡോറിൽ നിന്ന് അതേ നേരെ ഒരു ഇതിൽ നേരെ പൂജാമുറി അങ്ങനെയാണ് വെച്ചേക്കുന്നത്. എനിക്കൊന്ന് പണ്ടത്തെ വീടൊക്കെ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കാൻ തോന്നും. പിന്നെ ഇതൊരു റൂമാണ്. ആരുടെയൊക്കെയോ ഫോട്ടോയും ഇതൊക്കെ ഉണ്ട്. ഇത് പിന്നെ എനിക്കൊന്ന് പുറത്തോട്ട് പോകാനുള്ള വഴിയാണെന്ന് തോന്നുന്നു. ഇനി അതിൻ്റെ 4 കെട്ടിലോട്ട് വന്നു. ഇത് നെല്ലിടുന്ന സ്ഥലം കണ്ടോ? ഇത് അതിൻ്റെ അടിയിലേക്കാണ് നേരത്തെ അവർ പോയത്. നെല്ലിടുന്ന സ്ഥലമാണ്. ഈ റൂമാണ് നേരത്തെ ഞാൻ തുറക്കാൻ നോക്കിയിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. നിങ്ങൾ ഇതിന് 4 കെട്ടുണ്ട്. പിന്നെ നെല്ലിടുന്ന സ്ഥലം അതാണ് മെയിൻ ഡോറ്. അവിടെ നിന്നാണ് ഒരു ഓപ്പണിങ് വരുന്നത്. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തതിന് നേരെ ഈ റൂമിലോട്ടാണ് വരുന്നത്. ഈ റൂം ഇതും ഇവിടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ ചുറ്റും റൂമുകളാണ്. ലൈക്ക് ഡോറുകൾ ഇഷ്ടം പോലെ പുറത്തോട്ട് ഉള്ള ഡോർ. മച്ചുണ്ടോ? മച്ചിലോട്ട് പോകാനുള്ള വഴിയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റും കുറേ പുറത്തോട്ട് വെള്ളം. അതേപോലെ ചെറിയ ഇതേപോലെ ഇവിടെയൊക്കെ ജനലുകളുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മേ ബി പണ്ടത്തെ കാലത്തെ ഒരു രീതി. അടുക്കള, കുഞ്ഞ് അടുക്കളേനെ പുറത്തോട്ട് വെള്ളം വഴിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ആയിരിക്കും. കുഞ്ഞ് പണ്ടത്തെ അടുപ്പൊക്കെ വെച്ചിട്ടുള്ള അടുക്കളയും സാധനങ്ങളും എനിക്കൊന്നും ഇത് അറയിലോട്ടുള്ളതാണ്. പിന്നെ ഇവരെ കുറച്ച് കാണാനുള്ള രീതിയിലും വെച്ചിട്ടുണ്ട്. കുഞ്ഞി അടുക്കളയാണ്. ഇതാണ് പൂജാമുറി. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ സാധനം വെച്ചിട്ടുണ്ട്. ഈ പൂജാമുറി ആണെന്ന് തോന്നുന്നു. അതെ, പൂജാമുറി ആണെന്ന് തോന്നുന്നത്. കാരണം ഇങ്ങനെ വെക്കുവാണെങ്കിൽ അത് പൂജാമുറി ആയിരിക്കുമല്ലോ. ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഇത് പൂജാമുറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കാണ് കണക്ഷൻ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആൾക്കാർ വരുമ്പോൾ അവർക്കൊരു ഇതിന് വേണ്ടിയിട്ട് കുറേ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കൊരു നാഗവല്ലി റെഫറൻസ് ഒക്കെ തോന്നാം. കഥകളി, തെയ്യം, പിന്നെ പണ്ടത്തെ തമ്പുരാട്ടിമാരുടെ ഫോട്ടോ, അങ്ങനെയൊക്കെ. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ നാലാട്ടിലോട്ട് വരുന്നത്. അതെ, ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. 4 കെട്ടാണല്ലോ അല്ലേ?
അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇതിനെന്താ പറയുക, നമ്മുടെ സിറ്റ് ഔട്ട് അല്ലേ? എന്താണ് നമ്മുടെ സിറ്റ് ഔട്ട്? പണ്ടത്തെ കുറേ ആൾക്കാർ ഇത് തമ്പുരാട്ടിമാരാണ് കണ്ടോ നിങ്ങൾ. പിന്നെ ഇവിടെ കുറേ ആർട്ടിഫാക്ട്സ് ഉണ്ട്. മെയിൻ എൻട്രൻസിൻ്റെ അവിടുത്തെ ജനൽ ഇവിടുത്തെ തമ്പുരാക്കന്മാരും താമസിച്ച ആൾക്കാരൊക്കെയാണ് ഒന്ന്. ഇതാണ് മെയിൻ ഡോറ്. ഒരു പ്രത്യേക ടൈപ്പിലാട്ടോ ഡോറൊക്കെ കണ്ടോ, പഴയ ആ ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറേ തമ്പുരാക്കന്മാരുടെയും ഭരണിയും പിന്നെ ഡെയിലി എനിക്ക് ഏറ്റവും തോന്നിയത് ഇഷ്ടം പോലെ പുറത്തേക്കുള്ള ഡോറുകളും നിറച്ചും ഡോറുകളാണ്, പിന്നെ ജനലുകളും. മേ ബി പണ്ട് ഫാനോ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും കാറ്റ് കിട്ടാനായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ മനയുടെ മൊത്തത്തിലുള്ള വ്യൂ. ഇലുമിനാറ്റി ഇതെന്തിനാ അവിടെ ആവോ? ഇത് അറിയിലോട്ടുള്ളത് ജ്യോതി വിളക്ക്. അല്ലാതെ പറഞ്ഞ ആൾക്കാരെ ഓടിക്കും. ഞാൻ ജനിക്കണേക്ക് മുന്നുള്ള കലണ്ടർ ഉണ്ടായിരുന്നു നമ്മുടെ. പക്ഷെ അത് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ കാണാൻ പറ്റും. ഇത് അടച്ചെടുക്കല്ലോ. ഇവിടെ എന്തൊരു പ്രതിമ കാണാറുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോ. നമ്മള് മറ്റേ പുറത്തുനിന്ന് നോക്കിയപ്പോ അത് ഈ വഴി കൂടെ നോക്കണേ. മുകളിലേക്ക് കയറാൻ പറ്റില്ല, തട്ടുമുറത്തേക്ക് കയറാൻ പറ്റില്ല. പണ്ട് കയറാൻ. ഇതാണ് മെയിൻ ഡോറ്. ഇവിടെ നമുക്ക് പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശംഖൊക്കെ ഉണ്ട്. നമ്മൾ പാർക്കിലെത്തി. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. മുനിസിപ്പാലിറ്റി കണ്ടുപോകാനാണ്. ഇതാണ് പാർക്ക്, ചിൽഡ്രൻ പാർക്ക്. വലിയ സെറ്റപ്പൊന്നുമില്ല, ചെറിയ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പോലെയാണ്. വലുതായിട്ട് പിന്നെ ഇരിക്കാനും പറ്റും നമുക്ക് ഫ്രീ ടൈമിലൊക്കെ വന്നിട്ട്. അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് എൻജോയ് ചെയ്യണം. ഒരു കാര്യമില്ല. പൂമ്പാറ്റ എടുക്കും. പൂമ്പാറ്റകൾ പാറി പറക്കുന്നു. ആ ഫ്ലവറിൻ്റെ അടുത്ത് പോയിട്ട് എടുക്കാം. നല്ല പൂമ്പാറ്റകൾ പാറി പറക്കുന്നത് ഇത് ഇവിടെയുണ്ട്. അങ്ങനെ നിങ്ങൾ മനയൊക്കെ കണ്ടാണ്. വലിയ പാർക്കൊന്നുമല്ല, കുഞ്ഞു പാർക്കാണ്. കുഞ്ഞു പിള്ളേർക്ക് 10 രൂപ എൻട്രി ഫീസും വലിയവർക്ക് 20 രൂപയും. അതാണ് ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത്. അപ്പോൾ അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനില്ല, പക്ഷെ എന്നാലും നമുക്കൊരു ഈവനിങ് ടൈമിലൊക്കെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാനും പറ്റുന്ന സ്ഥലമാണ്. പിന്നെ നമുക്ക് പഴയ കാലങ്ങളും അങ്ങനത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് വരാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.